ഹലോ, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് പരീക്ഷകൾക്ക് നമ്മുടെ പാർലമെൻറ്റിലും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭകളിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അവിടെ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ? ഒരുപക്ഷെ നമ്മൾ വാർത്തകളിലൊക്കെ അത് കേട്ടുപോകുന്നതായിരിക്കും, പത്രങ്ങളിലൊക്കെ ജസ്റ്റ് ഹെഡിങ് ആണെങ്കിൽ നമ്മൾ വായിച്ചു പോകുന്നതായിരിക്കും. പക്ഷേ എന്നാലും വളരെ പ്രധാനപ്പെട്ട ചില ബില്ലുകളെ പറ്റിയും അതിൻ്റെ ചില പ്രൊവിഷൻസിനെയൊക്കെ പറ്റിയും ചില ചോദ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങളെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെക്നിക്ക് നമുക്കൊന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് നമുക്ക് പ്രത്യേകിച്ചും സെറ്റ് എക്സാമുകളിൽ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2024 ഇപ്പോൾ നമുക്ക് കഴിഞ്ഞു പോയ വർഷമാണ് അല്ലേ? അപ്പോൾ ആ വർഷം നമ്മളോട് ചോദിച്ചതും എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനിയും നമുക്ക് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള 2-3 പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. റീസെൻറ്റ് ലെജിസ്ലേഷൻസ്. ഓക്കെ, യെസ്, ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന എക്സാമുകളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ഇന്ത്യയിൽ പല സമയങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തു അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് UGC നെറ്റ് എക്സാമുകളിൽ, അതുപോലെ തന്നെ UPSCയിലും പല സ്ഥലങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ എക്സാമിനേഷൻ രംഗം, പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന എക്സാമുകളെ കൃത്യമായിട്ട് വിലയിരുത്താനും അത് നല്ല രീതിയിലാണോ നടക്കുന്നത്, ഫെയർ ആയിട്ടുള്ള രീതിയിലാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ആ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു നിയമം എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ നിയമമാണ് ദ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. നോക്കാം എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ആപ്ലിക്കബിലിറ്റി ആൻഡ് കവറേജ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഒരു നിയമം അത് ആപ്ലിക്കബിൾ ആകുന്നത്, അതിന് എത്രമാത്രം കവറേജ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദ ബിൽ അപ്ലൈസ് ടു പബ്ലിക് എക്സാംസ് കണ്ടക്റ്റഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് UPSC, SSC, RRB, NDA ആൻഡ് അതർ സെൻട്രൽ ഗവൺമെൻറ് അതോറിറ്റീസ്. ഈ ബില്ല് പ്രത്യേകമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന എക്സാമുകളാണ്. പ്രത്യേകിച്ചും UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ തന്നെ SSC ഉണ്ട്, RRB ഉണ്ട്, NDA നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി അല്ലേ? ഈ ഏജൻസികൾ നടത്തുന്ന എക്സാമുകൾ അത് ഫെയർ ആയിട്ടാണോ നടക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസുകൾ ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നിയമം പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ ഏജൻസികളാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇതിനകത്ത് ചില പണിഷ്മെൻറ്റ്സ്, ഒഫൻഡേഴ്സിന് ചില പണിഷ്മെൻറ്റ്സ് കൊടുക്കുന്നതിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഒഫൻഡേഴ്സ് മേ ഫേസ് 3 to 5 years ഓഫ് ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഫൈൻസ് അപ് ടു 10 lakh. ഓക്കെ, 10 ലക്ഷം രൂപ വരെ നമുക്ക് ഫൈൻ എന്ത് ചെയ്യുക? ഇമ്പോസ് ചെയ്യാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ 3 മുതൽ 5 വർഷം വരെ തടവോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് ഫൈനോ ഈ നിയമപ്രകാരം ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരം, നേരത്തെയൊക്കെ ചെറിയ എമൗണ്ടൊക്കെ ഉള്ളായിരുന്നു, പക്ഷേ ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുന്നത്? പെനാൽറ്റി ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹയർ പെനാൽറ്റീസ് ഫോർ ഓർഗനൈസ്ഡ് ക്രൈംസ് ഇൻവോൾവിങ് എക്സാംസ് ഇൻക്ലൂഡിങ് ഇംപ്രിസൺമെൻറ്റ് ഓഫ് 5 to 10 years. ഓക്കെ, ആൻഡ് മിനിമം ഫൈൻ ഓഫ് ₹1 crore, 1 കോടി രൂപ വരെ നമുക്ക് ഓർഗനൈസ്ഡ് ക്രൈംസ്, അതായത് പ്രത്യേകിച്ച് അറിയില്ല, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നേരിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? പരീക്ഷകൾക്ക് പല രീതികളിൽ അൺഫെയർ ആയിട്ട് ഉള്ള മാൽ പ്രാക്ടീസസ് ഒക്കെ നടത്തുന്നതായിട്ട് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു അല്ലേ?
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർഗനൈസ്ഡ് ക്രൈംസ്. ഓക്കെ, ഒരു കൂട്ടം ആൾക്കാരോ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നേതൃത്വത്തിലോ ക്രൈം ഇതുപോലെയുള്ള അൺഫെയർ പ്രാക്ടീസസ് എക്സാമിൽ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഇംപ്രിസൺമെൻറ്റ് കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മുതൽ 10 വർഷം വരെയാവും. അതുപോലെ തന്നെ മിനിമം ഫൈൻ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഫൈനാണ് എത്ര, 1 കോടി രൂപ. അപ്പം മുമ്പോട്ട് എത്ര വേണേലും ആകാം. അതാണ് ഓർഗനൈസ്ഡ് ക്രൈംസിലെ പ്രത്യേകമായിട്ട് ഈ ബില്ലിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ആക്റ്റാണ് അല്ലേ. നമ്മുടെ പരീക്ഷകളൊക്കെ ഏറ്റവും നന്നായിട്ട് ഫെയർ ആയിട്ട് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ബില്ലാണ്. ഇനി നമ്മൾ മറ്റൊരു ബില്ലിലേക്ക് പോവുകയാണ്. 2024 തന്നെ പാസ്സാക്കപ്പെട്ട മറ്റൊരു അമെൻമെൻറ്റ് ബില്ലിലേക്കാണ്, ഭേദഗതി ബില്ലിലേക്കാണ് പോകുന്നത്. നോക്കിയേ, ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ അമെൻമെൻറ്റ് ബിൽ 2024. അപ്പം പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് ബില്ലാണ് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ അമെൻമെൻറ്റ് ബിൽ 2024. നോക്കാം. ഇറ്റ് അമെൻഡ്സ് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. അപ്പം നമുക്ക് ഈ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് വാട്ടർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് 1974 ഒരു നിയമം ഉണ്ടായിരുന്നു അല്ലേ, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 ആണ്. ആ ആക്റ്റാണ് ഈ പുതിയ ബില്ല് വഴി എന്ത് ചെയ്തിട്ടുള്ളത്, അമെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇതിൻ്റെ കീ ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? കീ ആയിട്ടുള്ള പ്രൊവിഷൻസ് നോക്കാം. ദ ബിൽ റീപ്ലേസസ് ഇംപ്രിസൺമെൻറ്റ് വിത്ത് പെനാൽറ്റീസ് റേഞ്ചിങ് ഫ്രം 10,000 to 15 lakh. ഓക്കെ, അപ്പം ഇവിടെ നേരത്തെ ചെറിയൊരു ഈ നമ്മൾ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സുഖമായിട്ട് ഇറങ്ങി പോരായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇംപ്രിസൺമെൻ്റ് എന്നുള്ള മാറ്റിയിട്ട് പെനാൽറ്റി ആക്കി, പെനാൽറ്റി വർദ്ധിപ്പിക്കുകയാണ്. നേരത്തെ 10,000 രൂപ വരെ ഉള്ളായിരുന്നു പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തുകയാണെന്ന് കോടതിക്കോ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റീസിന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് 10,000 രൂപ മുതൽ 15 ലക്ഷം വരെ പെനാൽറ്റി എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. യെസ്, അപ്പോൾ ഒന്ന് പേടിക്കും അല്ലേ. യെസ്, നോക്കിയേ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സ്. ഇത് നിയമം ആയിട്ട് നടപ്പിലാക്കാനായിട്ട് ബാധ്യസ്ഥപ്പെട്ട ഓഫീസേഴ്സ് ആരാണ്? ഓഫ് ജോയിൻറ്റ് സെക്രട്ടറി റാങ്ക്. അപ്പോൾ ഒരു ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഓർ ഈക്വലൻ്റ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ പദവി വഹിക്കുന്ന ആൾ മേ നൗ ബി അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ടു ഡിറ്റർമിൻ പെനാൽറ്റീസ്. അപ്പോൾ ഈ പെനാൽറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഓഫീസറോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ റാങ്കിലുള്ള ഒരാളായിരിക്കണം ഈ പെനാൽറ്റി എത്ര വേണമെന്ന് തീരുമാനിക്കാനായിട്ടുള്ള അധികാരമുള്ള ആളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് വിൽ ഇൻക്വയർ എ പെനാൽറ്റി ഈക്വലൻ ടു 1 month's ബേസിക് സാലറി ഫോർ ഡിപ്പാർട്ട്മെൻ്റൽ വയലേഷൻസ് ഓഫ് ദ ആക്ട്. അപ്പം ഈ നിയമം നടപ്പിലാക്കുന്നവരുമുണ്ട്, നിയമം അനുസരിക്കുന്നവരുമുണ്ട് അല്ലേ. ചിലപ്പം നിയമം നടപ്പിലാക്കുന്നവർ തന്നെ ഈ വയലേഷൻ നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കേരളത്തിൽ ഈ റീസെൻ്റായിട്ട് ഒരുപാട് നദികളിൽ മലിനജലം ഒഴുകുന്നെന്ന് പറഞ്ഞ് ചില ഫാക്ടറികളിൽ നിന്ന് മലിനജലം ഒഴുക്കാനായിട്ട് അതോറിറ്റീസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അനുവാദം നൽകിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദമായി അല്ലേ. മീൻ ചത്തുപൊങ്ങുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അവിടെ അതോറിറ്റീസ് തന്നെ എന്ത് ചെയ്യണം, അവരും ഈ നിയമത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും അല്ലേ. അപ്പം അതോറിറ്റീസ് തന്നെ ഈ നിയമം വയലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓഫീസേഴ്സിന് എന്താണ് ഇവിടെ ഒരു പെനാൽറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇൻക്വയർ പെനാൽറ്റി ഈക്വലൻ ടു 1 month's ബേസിക് സാലറി. അതായത് അവരുടെ അടിസ്ഥാന ശമ്പളം, ഒരു മാസം അവർക്ക് എത്രയാണോ അടിസ്ഥാന ശമ്പളമായിട്ട് കിട്ടുന്നത് ആ ശമ്പളം എന്ത് ചെയ്യണം, യെസ്, ഈ ആക്ട് വഴി പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ സാലറി പെനാൽറ്റി ആയിട്ട് മേടിക്കാനുള്ള പ്രൊവിഷൻ ഈ ആക്ടിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിയമങ്ങൾ അനുസരിക്കുന്നവരും നിയമങ്ങൾ നടപ്പിലാക്കുന്നവരും ഇവിടെ അക്കൗണ്ടബിൾ ആണ്. ഏത് ആക്ട് വഴി? വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ അമെൻമെൻറ്റ് ബിൽ 2024. ഓക്കെ, യെസ്. അടുത്ത നമ്മൾ വളരെ പ്രധാനപ്പെട്ട, വളരെ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു ആക്ടിലേക്കാണ് നമ്മൾ വരുന്ന. വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് അല്ലേ. വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. വഖഫ് അമെൻമെൻറ്റ് ബിൽ
2024. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബില്ലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് വഖഫ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ശരിക്കും വഖഫ് എന്നുള്ള ഒരു സംവിധാനം നമുക്ക് അതിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മധ്യകാല ഇന്ത്യയിലേക്ക് വരണം. മധ്യകാല ഇന്ത്യയിൽ സുൽത്താനേറ്റ് കാലഘട്ടത്തിലാണ് ഈ വഖഫ് എന്നുള്ള ഒരു സംവിധാനം നിലവിൽ വരുന്നത്. അതായത് മുസ്ലിം റൂളേഴ്സ്, പ്രത്യേകിച്ച് നമുക്ക് ജലാലുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തു, ഡൽഹി പിടിച്ചെടുത്തു. ഡൽഹി പിടിച്ചെടുത്ത സമയത്ത് ഡൽഹിയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ചുറ്റുപാടുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു വിശ്വാസം ആർജിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചു. അതാണ് വഖഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് വഴി അദ്ദേഹം എന്ത് ചെയ്തു, മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് മദ്രസകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റിലീജിയസ് തിയോളജിയൻസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഭൂമി എന്ത് ചെയ്തു, അവർക്ക് അവരുടെ ആവശ്യത്തിനായിട്ട് പതിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു ഈ വഖഫ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടക്കം നമുക്ക് മധ്യകാല ഇന്ത്യയിൽ കാണാനായിട്ട് പറ്റും. എന്നാൽ പിന്നീട് നമുക്ക് ആധുനിക ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വഖഫുകൾ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് ലേറ്റർ മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവരും എന്ത് ചെയ്തിട്ടുണ്ട്, ലാൻഡിങ്ങിന് പലർക്കുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ലാൻഡുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എന്ത് ചെയ്തിട്ടുള്ളത്, പുതിയൊരു ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമുക്കൊരു ബില്ലുണ്ടായിരുന്നു, ഒരു നിയമം ഉണ്ടായിരുന്നു. അത് 1995 വഖഫ് ആക്റ്റാണ്. ഇതിനു മുമ്പ്, അതായത് ഈ അമെൻമെൻറ്റ് ബില്ല് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ആധാരമായിട്ട്, അല്ലെങ്കിൽ പേരൻ്റ് ലോ ആയിട്ടുണ്ടായിരുന്ന ആധാരമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനൊരു പുതുക്കം, അതിനൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ടാണ് വഖഫ് അമെൻമെൻറ്റ് ബില്ല് 2024 പാസ്സാക്കിയത്. ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. എന്താണ് ലോക്സഭയിൽ ഈ നിയമം കൊണ്ടുവരാനായിട്ടുള്ള കാര്യം എന്താണ്? ടു എൻഹാൻസ് ദ മാനേജ്മെൻറ്റ് ഓഫ് വഖഫ് പ്രോപ്പർട്ടി. ഈ വഖഫ് പ്രോപ്പർട്ടികൾ കൃത്യമായിട്ടാണോ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു നിയമം വേണ്ടി നടപ്പിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള ചേഞ്ചസ് നോക്കാം. വഖഫ് ക്യാൻ ബി ഫോംഡ് ബൈ. അപ്പോൾ ഈ നിയമം പറയുന്ന വഴി വഖഫ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം 3 രീതിയിൽ ഫോം ചെയ്യപ്പെടാം. 3 രീതിയിൽ അത് ഉണ്ടാകാം. ഒന്ന് എന്താണ്, ഡിക്ലറേഷൻ. ഓക്കെ, അതായത് ഡിക്ലെയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ഥാപനങ്ങളോ അവരുടെ കീഴിലുള്ള ഭൂമി ഇത് വഖഫ് ആണ് എന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ എന്ത് ചെയ്യുക, വഖഫ് ആകാം. ഇനി റെക്കഗ്നീഷൻ ഓഫ് ലോങ് ടൈം യൂസ്. അപ്പോൾ വളരെ നാളുകളായിട്ട്, ഇപ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു മധ്യകാല ഇന്ത്യ സമയം മുതൽ തന്നെ നമുക്ക് വഖഫ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വലിയൊരു കാലഘട്ടമായിട്ട് ഇത് ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ വഖഫായിട്ട് കണക്കാക്കാം. 3 എൻഡോമെൻറ്റ് വെൻ സക്സഷൻ എൻസ്. അപ്പോൾ കാലാവധി കഴിയുമ്പോഴത്തേക്കും മറ്റൊന്നിലേക്ക് കൈമാറുന്ന രീതി അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും അതിനെയും വഖഫായിട്ട് എന്ത് ചെയ്യാം, കണക്കാക്കാം. ഈ 3 ഇതിനൊക്കെ ഒരുപാട് മറ്റ് നിയമങ്ങളുടെ അടിസ്ഥാനവും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്, അങ്ങനെ 3 രീതിയിലാണ് ഒരു പ്രോപ്പർട്ടിയെ വഖഫായിട്ട് കണക്കാക്കാനായിട്ട് ഈ ബില്ല് പറയുന്നത്. ഓക്കെ, ഇനി ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈഡ് ആസ് വഖഫ് വിൽ റിവേർട്ട് ടു സ്റ്റേറ്റ് ഓണർഷിപ്പ്. അവിടെയാണ് നമുക്ക് കേരളത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അല്ലേ. വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് പറഞ്ഞത് അത് വഖഫ് പ്രോപ്പർട്ടി അല്ല, അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞു. അത് ഗവൺമെൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് അവിടെ പ്രശ്നങ്ങളുണ്ടായത് അല്ലേ. ഓക്കെ, അപ്പം ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് കരുതപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെ രേഖകളുള്ളത് തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിലേക്ക് തന്നെ മടക്കിയെടുക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നത്. ഇനി വഖഫ് ബോർഡ്സ് പവർ ടു ഡിറ്റർമൈൻ വഖഫ് പ്രോപ്പർട്ടീസ് ഈസ് റിമൂവ്ഡ്. അപ്പം നേരത്തെ വഖഫ് ബോർഡിന് തീരുമാനിക്കാമായിരുന്നു ഒരു ഭൂമി ഇത് വഖഫ് ആണ് എന്ന് തീരുമാനിക്കായിരുന്നു. പക്ഷേ അത് എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അത് വഖഫ് ബോർഡിൻ്റെ പ്രത്യേക ഒരു അവകാശമായിരുന്നു. അത് ഇനി മുതൽ വഖഫ് ബോർഡിന് ഉണ്ടാവില്ല. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വകുപ്പാണത് അല്ലേ. യെസ്,
ഇനി സെൻട്രൽ വഖഫ് കൗൺസിലിനെ പറ്റി കൃത്യമായിട്ട് ഈ ആക്ടിൽ പറയുന്നുണ്ട്. എന്താണ്? 2 നോൺ മുസ്ലിം മെമ്പേഴ്സ്, 2 നോൺ മുസ്ലിം മെമ്പേഴ്സ് അതിനകത്തുണ്ടാവണം. MPs, ജഡ്ജസ് അതിനകത്തുണ്ടാവണം. എമിനൻ്റ് പേഴ്സൺസ് നീഡ് നോട്ട് ടു ബി മുസ്ലിംസ്. അപ്പോൾ ഇതിനകത്ത് എമിനൻ്റ് ആയിട്ടുള്ള വളരെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾ ഇതിനകത്ത് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിനകത്ത് നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മെമ്പേഴ്സ് മസ്റ്റ് ഇൻക്ലൂഡ് 2 വുമൺ, 2 സ്ത്രീകൾ ഇതിനകത്ത് നിർബന്ധമായിട്ട് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് ഈ ആക്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഓക്കെ. ഇനി ഇത് സെൻട്രൽ വഖഫ് ബോർഡാണ്. ഈ സ്റ്റേറ്റ് വഖഫ് ബോർഡിനെ പറ്റിയും ഈ ആക്ട് പറയുന്നുണ്ട്. എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് വിൽ അപ്പോയിൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ടു നോൺ മുസ്ലിം മെമ്പേഴ്സ്. അപ്പോൾ ഇവിടെയും 2 നോൺ മുസ്ലിം മെമ്പേഴ്സാണ്. കൂടാതെ മെമ്പേഴ്സ് ഫ്രം ഷിയ സുന്നി വിഭാഗങ്ങളിലുള്ള മെമ്പേഴ്സ്, ബാക്ക്വേർഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആണ് സ്റ്റേറ്റ് വഖഫ് ബോർഡിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്, ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു ട്രൈബ്യൂണലുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഇത് വഖഫിലെ തന്നെ ഉള്ളവർക്ക് ട്രൈബ്യൂണലിൽ എന്ത് ചെയ്യാം? സമീപിക്കാം, അല്ലേ? ഇതിനകത്ത് ഗവൺമെൻറ് ഒരു പ്രധാനപ്പെട്ട മാറ്റം കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലോ എക്സ്പോർട്സ് ആർ റിമൂവ്ഡ്. അപ്പോൾ വഖഫ് ബോർഡിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വഖഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ട്രൈബ്യൂണലിൽ മുസ്ലിം ലോ എക്സ്പേർട്സ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അവരെ ഇത്തവണ റിമൂവ് ചെയ്തു. ഓക്കെ. അതൊരു ചോദ്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇനി വഖഫ് ബോർഡിൻ്റെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിൻ്റെ പരിധിയിൽ നിൽക്കാത്തൊരു വിഷയമുണ്ടെങ്കിൽ അത് നേരെ എങ്ങോട്ട് പോകും? ഓക്കെ. അപ്പീലായിട്ട് നമുക്ക് എവിടെ പോകാനായിട്ട് പറ്റും? ട്രൈബ്യൂണൽ ഡിസിഷൻസ് ക്യാൻ ബി അപ്പീൽ ടു ദ ഹൈക്കോർട്ട് വിത്തിൻ 90 days. 90 ദിവസത്തിനുള്ളിൽ ഹൈക്കോർട്ടിനെ സമീപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ആക്ട് മുമ്പോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ. ഓക്കെ. അപ്പോൾ ഒരുപാട് ചർച്ചകളും ഒരുപാട് പ്രശ്നങ്ങളും ഇപ്പം മുമ്പോട്ട് നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുന്ന അതിൻ്റെ ബേസിക് ഫാക്ട്സ് മനസ്സിലാക്കിയിരിക്കുന്ന നമുക്ക് പരീക്ഷകൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ഏറ്റവും നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും നമ്മൾ പഠിക്കുന്നുണ്ട്, ഒന്നും ആയിട്ടില്ല. ഓക്കെ. നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു മോഡൽ കാണിക്കുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അടുത്ത സെറ്റ് എക്സാം നമുക്ക് എഴുതണം. ഓക്കെ. ഏറ്റവും നന്നായിട്ട് എഴുതി നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ. അടുത്ത സെറ്റ് എക്സാം നമുക്ക് വരുന്നത് ജൂലൈ 2025 അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെറ്റ് അസ്ത്ര 3.0യുടെ ഭാഗമായിട്ട് തന്നെ ഒരു ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസ് ഡിസ്കസ് ചെയ്ത് പഠിച്ചാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. ഓക്കെ. ആദ്യം നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് ക്ലാസ്സുകളുണ്ട് എന്നുള്ളത് നോക്കാം. ഇംഗ്ലീഷുണ്ട്, ഹിന്ദി, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, അതുപോലെ സുവോളജി, മാത്സ്, കൊമേഴ്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, പ്ലസ് നമുക്ക് ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സും കൂടെ ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട പേപ്പറാണ് ജനറൽ പേപ്പർ. അപ്പം ഈ സബ്ജക്റ്റുകളിൽ ജനറൽ പേപ്പറിൽ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ മറ്റു പ്രത്യേകതകളും കൂടെ ഉണ്ട്, അതും മനസ്സിലാക്കണം. എന്തൊക്കെയാണ്? നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ട്. കൂടാതെ നമ്മൾ എടുത്തു പോകുന്ന ക്ലാസ്സുകളുടെ എല്ലാം കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കും. അതുപോലെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ടാകും. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഒരു മെൻറ്ററിൻ്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകും. കൂടാതെ വീക്ക്ലി എക്സാംസ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകതയാണ്. എത്രമാത്രം നമ്മൾ പ്രോഗ്രസ് ചെയ്തു എന്നറിയാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ കോഴ്സിനുണ്ട്. അപ്പോൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. 97 46 45 55 14 എന്നുള്ള നമ്പറിൽ എത്രയും വേഗത്തിൽ തന്നെ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. ഇന്ന് തന്നെ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ. യെസ്. അപ്പം നിർത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.